നല്ല പടമാണ്. എന്താ പറയാ, ഒരുപാട് നമ്മൾ ത്രില്ലിംഗ് ആക്കുന്ന പടമാണ്. കാണണം, എല്ലാരും കാണണം. എങ്ങനെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് കുറെ കാലമായിട്ട് കിട്ടാതിരുന്ന ഒരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. അഭിനയമൊക്കെ എങ്ങനെ ഉണ്ട് എല്ലാവരും? അഭിനയം എല്ലാം കൊള്ളാം, എല്ലാവരുടെ അഭിനയം കൊള്ളാം. നല്ല മൂവിയാണ്. എന്താണ് കേട്ടോ ഇഷ്ടപ്പെട്ട പടത്തില്? എല്ലാ സിനിമ നല്ല സിനിമ കണ്ടിരിക്കും. നല്ല മൂവി. എല്ലാവരുടെ പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട്? നല്ല പെർഫോമൻസ്, ഓരോരുത്തരുടെ ക്യാരക്ടറും നല്ലൊരു ക്യാരക്ടർ. എങ്ങനെയുണ്ട്? അടിപൊളി. എന്താണ് ബ്രോ ഇഷ്ടപ്പെട്ട പടത്തില്? അടിപൊളി പടമാണ്, സൂപ്പർ, കണ്ടിരിക്കേണ്ട പടം തന്നെ. ആ കണ്ടതിന്റെ ഒരു ഷിവറിംഗ് ഇതുവരെ മാറിയിട്ടില്ല. സൂപ്പർ സിനിമ. ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ടായിരുന്നു പടം? നല്ല സിനിമയാണ്, നന്നായിട്ട് ഡയറക്ഷൻ മേക്കിംഗ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി, ഒരു രക്ഷയില്ല. എങ്ങനെ പടം എങ്ങനെയുണ്ട്? പടം കുഴപ്പമൊന്നുമില്ല ബ്രോ. ഒരു ഡിവോഷണൽ മൂവിയാണ്. ഒരു തിയേറ്റർ കുറിയൊക്കെ അടിച്ചു പോയിരുന്ന് കണ്ടാൽ മതി, അങ്ങനെ കാണാൻ പറ്റിയൊരു പടമാണ്. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? അടിപൊളിയാണ്, മ്യൂസിക് ഒക്കെ സൂപ്പറാണ്. ക്ലൈമാക്സിൽ ഉണ്ടല്ലോ ഹൾക്കിന്റെ ക്യാമിയോ ഉണ്ട്, അതാണ് സൂപ്പർ, അതാണ് കാണേണ്ട സാധനം. തിയേറ്റർ എക്സ്പീരിയൻസ് കുറച്ചുകൂടെ പൈസക്ക് അനുസരിച്ച് എടുത്തിട്ടുണ്ടോ? ഗ്രാഫിക്സ് എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. നല്ല സിനിമ, നല്ല പടം. എങ്ങനെയുണ്ട്? എങ്ങനെയാ സൂപ്പറായിരുന്നു, നല്ല മൂവിയാണ്, മസ്റ്റ് വാച്ച് മൂവിയാണ്. തിയേറ്ററിൽ വന്ന് തന്നെ കാണണം. ലാസ്റ്റ് മീൻസ് ഫൈറ്റ് സീൻസ് ആണെങ്കിലും എല്ലാ സീക്വൻസും ഇടുമായിരുന്നു. ഓവറോൾ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? സൂപ്പറായിരുന്നു. നമ്മൾ ഫസ്റ്റ് പാർട്ടിനെക്കാട്ടി നന്നായിട്ടുണ്ടായിരുന്നു ഇത്. ഇനി സെക്കൻഡ് ചാപ്റ്റർ 2 വരാൻ പോകുന്നു, അതിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിപ്പോഴേ. എങ്ങനെയുണ്ട് മോനെ പടം? കാരണം ലാസ്റ്റ് അത്രയ്ക്കൊരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ. അത് തിയേറ്ററിൽ തന്നെ വാച്ച് ചെയ്യണം. പുള്ളി അതിനുവേണ്ടി നന്നായിട്ട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. എങ്ങനെയുണ്ട് ചേട്ടാ? ഇനി പറയാവുന്നില്ല. വേറെ ലെവൽ പടം. സൂപ്പർ സൂപ്പർ പടം, വേറെ ലെവൽ. ഓക്കെ ചേട്ടാ, എങ്ങനെയുണ്ട്? എല്ലാവരും കാണേണ്ട പടം. തിയേറ്ററിൽ തന്നെ കാണണം, OTT-ലൊന്നും കാണാൻ വെക്കരുത്, തിയേറ്ററിൽ തന്നെ കാണാൻ. എങ്ങനെയുണ്ട് ബ്രോ പടം? It was so good, and the movie, I wish everyone watches this in theater. നല്ല മൂവിയായിരുന്നു. ഏറ്റവും ഇതുവരെ കണ്ടതിൽ വെച്ചിട്ട് ആ ഫാന്റസി ബേസ്ഡ് ആയിട്ടുള്ള നമുക്ക് ആ ഒരു ഡെപ്തിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവി. അത് വിഷ്വൽസിനകത്ത് അവർ ഭയങ്കര നല്ലതായിട്ട് അത് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു മടുപ്പ് തോന്നുന്നില്ല. ഇതുവരെ കണ്ടിരിക്കുന്ന വിഷ്വൽ ഇഫക്ട്സിന് ഇത് നമുക്ക് റെപ്പിറ്റേഷൻസിനകത്ത് നമുക്ക് ഒരു മടുപ്പ് തോന്നുന്നില്ല. ആ രീതിയിലേ ഇല്ല. ഭയങ്കര നല്ലൊരു. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഷോ കണ്ടിപ്പോൾ ഇറങ്ങി ഒത്തിരി ആൾക്കാരുടെ റിവ്യൂ നമ്മൾ കേട്ടോണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് കണ്ടിട്ട് വന്ന് നമ്മൾ സെക്കൻഡിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു മേജർ ഡിഫറൻസ്, ആ പടത്തിൽ സ്റ്റൈൽ തന്നെ ഒരു വലിയ ഡിഫറൻസ് ചെയ്തേക്കുന്നത്. സാധാരണ ഒരു വില്ലേജിൽ നിന്നൊരു സ്റ്റോറീനെ എന്താണ് അതിൻ്റെ ഇത്ര ആസ്തറ്റിക്കലി അത്രയും ഭംഗി വർക്ക് ചെയ്യാനായിട്ട് ബ്രില്യൻ്റ് എഫേർട്ടാണ് എടുത്തേക്കുന്നത്. ഓരോ അഭിനേതാക്കളും ചെറിയൊരു റോളുള്ള ആൾക്കാരാണെങ്കിൽ പോലും അവരുടെ എഫേർട്ട് അപാരമാണ്. പിന്നെ ഇതിൽ പറയാനായിട്ട് എന്താണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിക്കോട്ടെ, സിനിമോഗ്രാഫി ആയിക്കോട്ടെ, എല്ലാം എന്താണ് ആ പടത്തിന് വേണ്ട രീതിയിൽ കറക്റ്റ് മീറ്ററിൽ ചെയ്തിട്ടുണ്ട്. ഋഷഭ് ഷെട്ടി ഈസ് എൻ എക്സെപ്ഷണൽ ആക്ടർ. അയാൾ ഓരോ ലെവലിൽ തന്നെ കയറ്റി കൊണ്ടുവരുന്നുണ്ട്. ആ ഒരു മീറ്റർ ഫുള്ള് അദ്ദേഹം എടുത്തുയർത്തുന്നത് വേറെ രീതിയിലാണ്. സീൻസ് ഒക്കെ വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ പറഞ്ഞാൽ തന്നെ ഓരോ റോളിലും ഓരോരുത്തർ ആപ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ വന്നത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഫിലിമിന് മൊത്തം ക്വാളിറ്റി ഈസ് ഡിഫറൻറ്റ്. തിയേറ്ററിക്കൽ വാച്ചാണ് JV OTT കണ്ടതിൻ്റെ ആ ഒരു ഫീൽ കളയും. മൂവി വളരെ നല്ലതായിരുന്നു. അതിനകത്തുള്ള കൾച്ചറുടെ മിക്സും ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അതിൻ്റെ എഫേർട്ടും എല്ലാം ട്രൂലി വർത്ത് ഇറ്റ് ആയിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഒരു മൊത്തത്തിൽ ഒരു അഭിനയവും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല എഫേർട്ട് ഇട്ട് ചെയ്തിട്ടുള്ളതാണ്. ഒരു മസ്റ്റ് വാച്ച് ആണോ?